നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും നെല്ലിശ്ശേരിയിലേക്ക് ഈ ചടങ്ങ് കഴിഞ്ഞ് മാത്രമേ ഞാൻ തിരിച്ചു വരൂ. ഹലോ, ആ സന്ദീപേ, അച്ഛനെ കണ്ടോ? കണ്ടു. അമ്പലത്തിലുണ്ട്. പക്ഷേ അച്ഛൻ ചടങ്ങ് കഴിഞ്ഞിട്ടേ വരുന്നു എന്നാ പറയുന്നത്. നീ അച്ഛന് ഫോൺ കൊടുക്ക, ഞാൻ സംസാരിക്കാം. അച്ഛാ, സച്ചിയുടെ ലൈനിലുണ്ട്. അച്ഛനോട് സംസാരിക്കണം. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കണ്ട. കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എനിക്ക് മനസ്സിലായി. അത് അച്ഛൻ തന്നെ സച്ചിനോട് പറഞ്ഞു. നീ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ പൊയ്ക്കോ, ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാനങ്ങ് വന്നേക്കാം. അങ്ങനെ വാശി പിടിക്കില്ല അച്ഛാ. ഒന്ന് സംസാരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അച്ഛന്റെ മോനോടല്ലേ സംസാരിക്കുന്നത്. നിനക്കെന്താ വേണ്ടത്? ഇവിടെയും സമാധാനം തരില്ലെന്നാണോ? അതൊക്കെ അച്ഛൻ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോ അച്ഛൻ അവരുടെ കൂടെ തിരിച്ചു വരണം. അച്ഛൻ വന്നാൽ മാത്രമേ ഞങ്ങൾ ഈ ചടങ്ങ് നടത്തൂ. ഇപ്പൊ വാശി പിടിക്കുന്നത് നീയാണ്. ഞാനില്ലെന്ന് കരുതി എന്താണ് കുഴപ്പം? ചടങ്ങ് അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ, ഞാനങ്ങ് എത്തിക്കോളാം. ചടങ്ങ് നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അച്ഛനില്ലാതെ ഈ ചടങ്ങ് നടത്താൻ പറ്റില്ലെന്ന് വാശി പിടിച്ചിരിക്കുക അർച്ചന. അച്ഛൻ വന്നേ പറ്റൂ. അച്ഛനില്ലാതെ ഞാൻ ഈ ചടങ്ങ് നടത്തില്ല. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാം. എന്റെ തീരുമാനം ഇതാ. അങ്ങനെയാണെങ്കിൽ എന്റെ തീരുമാനം ഞാൻ പറയാം. അരമണിക്കൂർ കൂടി അച്ഛൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അച്ഛൻ വന്നില്ലെങ്കിൽ അർച്ചനയും കൂട്ടി ഇപ്പൊ തന്നെ ഞാൻ നെല്ലിശ്ശേരിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. എങ്ങോട്ട്? ഏതെങ്കിലും വാടക വീട്ടിലേക്ക്.